അമേരിക്കയിലെ വംശീയ വർഗീയ കാര്യങ്ങളെപ്പറ്റി ആകുലപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ നാട്ടിലെ ആളുകളും ഒട്ടും മോശക്കാരല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ന് തന്നെ ഒരു സുഹൃത്ത് ഒന്ന് രണ്ട് ലിങ്കുകൾ അയച്ചു തന്നു. അതിലെ പരാമർശങ്ങൾ കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. ഇവർ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഇത്ര നിന്ദ്യമായിട്ടൊക്കെ ചിന്തിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്ന് തോന്നിപ്പോയി. അത് പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ഏഷ്യാനെറ്റിൻ്റെ അബ്ജോദ് വർഗീസ്, അദ്ദേഹം ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ യോഗത്തിന് ഇവിടെ വന്നിരുന്നതാണ്, നമ്മളിൽ പലരും കണ്ടതുമാണ്. അദ്ദേഹം ഒരു കുഴപ്പക്കാരനോ ഒന്നുമായിട്ട് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം ഏതോ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേക ജാതി മത താല്പര്യങ്ങളൊന്നുമില്ല, പിന്നെ എല്ലാ ആഘോഷങ്ങളും പിന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളും ആഘോഷിക്കും. അത് ക്രിസ്മസ് ആയാലും എന്തായാലും പിന്നെ ഈ നബിദിനമായാലും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം അംബേദ്കർ പറഞ്ഞ എന്തോ ഒരു പരാമർശം, അതായത് സനാതനധർമ്മം എന്തോ പകർച്ചവ്യാധി പോലെയാണെന്ന് അംബേദ്കർ പറഞ്ഞു എന്നുള്ളതിനെപ്പറ്റി ഒരു കോട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇങ്ങേർക്കെതിരെ അതിനിന്ദ്യമായിട്ട് പിന്നെ ചില പരാമർശങ്ങൾ ഒന്ന് രണ്ട് പേര് നടത്തിയത് കണ്ടത്. ഒന്നൊരു VK ബൈജു, പിന്നെ വേറെ എന്തിനാ ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് അവരെ പൊഴുത്തുന്നത്. അപ്പം ഇവർ പറയുന്നത് ഈ അംബേദ്കർ സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഒരാളത് കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കുരുപൊട്ടേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ദയവായിട്ട് ഈ മലയാളിയുടെ കമൻറ്റ് കോളത്തിലേക്ക് വരിക. ഇവിടെ യേശുക്രിസ്തുവിനെയും യഹോവയെയും ഒക്കെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആളുകൾ. അപ്പം പിന്നെ അതിലൊന്നും നമ്മളാരും ഇവിടെ പ്രതിഷേധിക്കുകയോ അതിനെതിരെ രോഷം കൊള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ തലയ്ക്കകത്തിരിക്കുന്നത് പിന്നെ പറയുന്നു, അവർക്കൊരു സമാധാനം കിട്ടുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീരുകയും ചെയ്യുന്നു എന്നല്ലാതെ ഇതിൻ്റെ പേരിൽ വഴക്കോ അല്ലെങ്കിൽ പിന്നെ ഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കാനോ ആരും മുതിരുന്നതായിട്ട് കാണുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഈ കേരളത്തിലെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. ആളുകളെ അത് പിന്നെ ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളത്തൂടെ കാണിച്ചു കൊടുക്കുകയല്ല, അത് അടിച്ച് പൊട്ടിക്കുന്ന അതിനുള്ള കഴിവുള്ളവരാണ് ഞങ്ങൾ മറിച്ചതെന്നൊക്കെ. ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഒരാൾ ഉത്തമ ബോധ്യത്തോടെയോ അല്ലെങ്കിൽ ഉത്തമ താല്പര്യത്തോടെയോ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അത് ആ രീതിയിൽ കണക്കാക്കുക എന്നല്ലാതെ അതിലെന്തെങ്കിലും ഒരു ദുരുദ്ദേശമോ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ പിന്നെ ഒന്നിനോടും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ പറയുന്നതിനെ പോലും അസഹിഷ്ണുതയോട് മാത്രമേ കാണൂ എന്നുള്ളൊരു ചിന്താഗതി കേരളത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഇത് ഖേദകരം തന്നെയാണ്. നമ്മുടെ ആളുകൾ ഈ രോഷം കൊള്ളുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ രോഷം കൊള്ളുക, തെറി പറയുക. അപ്പോൾ അത് ഏറ്റവും ഈ ചില കമൻറ്റുകളിൽ ചില ഐറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കാണുന്നത് ഈ ഹിന്ദുത്വ അനുകൂലികൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, ഇവരൊക്കെയാണ് ഏറ്റവും അധികം തെറി പറയുന്നതെന്ന് തോന്നുന്നു. ഓരോ പലവിധ ഐറ്റങ്ങളുടെയും. അതിപ്പം ഏറ്റവും നല്ലത് മറുനാടൻ്റെ ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മുസ്ലിങ്ങൾ വന്ന് പറയുന്ന കമൻറ്റുകൾ, ആ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള കമൻറ്റുകൾ ധാരാളമായിട്ട് കാണാം. ഇനി മീഡിയ വണ്ണിൻ്റെയോ അതുപോലെയൊക്കെയുള്ള ചില വാർത്തകളുടെ കീഴിൽ ഹിന്ദു നാമധാരികളായ ആളുകൾ വന്നിട്ട് ചീത്ത പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ചീത്ത പറയുകയും ആ രീതിയിലേക്ക് ആളുകൾ ആ രീതിയിലേക്ക് തരം താഴുന്നു എന്നുള്ളത് ഖേദകരമാണ്. വാസ്തവം പറഞ്ഞാൽ നമ്മൾ വലിയ ആർഷഭാരതവും വലിയ സംസ്കാരവും ഒക്കെ പറയുന്നവരാണ്, വലിയ സനാതനികളുമൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചീത്തകളുമൊക്കെ പറയാമോ? തന്തേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലാണ് ഹെഡിങ് ഉപയോഗിക്കുന്നത്. അപ്പം അതുമൂലം കുറച്ചൊരു ഹിറ്റ് കിട്ടുമായിരിക്കും എന്നല്ലാതെ എന്തൊരു മൂല്യമാണ് അവരൊക്കെ ആളോട് പറഞ്ഞു വരുത്തുന്നത്. ഈ ഞങ്ങളുടെ മൂല്യം ഞാനിതാണ്, എൻ്റെ മൂല്യം ഇതാണ് എന്നല്ലേ അവർ പറയുന്നത്, ഒരു 5-10 ഹിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഹിറ്റ് പലരും അമേരിക്കയിൽ നമ്മുടെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്, ഈ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നൊക്കെ വല്ല വരുമാനവും കിട്ടാറുണ്ടോ എന്ന്. അവർ പറയും വരുമാനമൊന്നും വരുമാനമൊന്നും ആവശ്യമില്ല, അവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. ഒരു ദൗത്യമായിട്ടും ഒരു കാര്യമായിട്ടും അവർ ചെയ്യുന്നതേ ഉള്ളൂ. നേരെ മറിച്ച് കേരളത്തിൽ അതല്ല. ഇത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം, കൂടുതൽ ഹിറ്റ് കിട്ടണം, എന്നിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടണം. അതിനുവേണ്ടി ആർക്കും എന്തും മോശപ്പെട്ട കാര്യങ്ങളും പറയുന്നത് ആണ് നല്ലത് എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നു. അത് വളരെ ഖേദകരം തന്നെ. നമ്മുടെ ആ ഒരു മൂല്യച്യുതി ആണതിൽ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.